ഹായ് ഹലോ ഗൈസ്. അപ്പം ഞാൻ ഇന്ന് പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല കേട്ടോ. പിള്ളേർക്ക് വെക്കേഷനാണ്. അപ്പോൾ ചെറുതായിട്ട് പിള്ളേരെ ഒന്ന് സ്കൂട്ടിയിലൊക്കെ കൊണ്ട് കറക്കി ഇങ്ങനെ സന്തോഷിപ്പിച്ചൊക്കെ അങ്ങ് വരാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞങ്ങളിങ്ങനെ റോട്ടിലൂടെയൊക്കെ കറങ്ങി ഒന്ന് ബ്രഹ്മപുത്ര നദീതീരത്തൊക്കെ പോയി ജസ്റ്റ് ഒന്ന് കാറ്റൊക്കെ കൊണ്ട് പിള്ളേരെയൊക്കെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ഇറങ്ങിയ സമയത്താണ് കണ്ടത് നല്ല മഴക്കോളുണ്ട് കേട്ടോ. എന്നാലും പിന്നെ ഇറങ്ങിയതല്ലേ, ഒന്ന് പോയി കണ്ട് കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് പിള്ളേരെ ഒന്ന് കറക്കി ഇങ്ങ് കൊണ്ടുവരാൻ. വേറെ എവിടെയും ഞങ്ങൾക്ക് പോകാനില്ല കേട്ടോ. അതാ നോക്ക്, വഴിയോരങ്ങളിലൊക്കെ ഇതുപോലെ ചെറിയ അമ്പലങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ആസാം എന്ന് പറയുമ്പോഴും നോർത്ത് ഇന്ത്യ എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ആസാം വെച്ചിട്ട് അത്രയും ഹൈജീനിക് അല്ലാത്ത സ്ഥലങ്ങളാണ് കേട്ടോ. വീടുകളൊക്കെ ഉണ്ടല്ലോ, ഓരോരുത്തരുടെ വീടുകളൊക്കെ പോയി നോക്കിയാൽ നല്ല വൃത്തിയും വെടുപ്പുമായിരിക്കും. പക്ഷേ പൊതു സ്ഥലങ്ങളൊന്നും അത്ര ഹൈജീനിക് ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നും അല്ല കേട്ടോ. പിന്നെ ഇതാ ഇവിടെ നിൽക്കുന്ന കവുങ്ങും തെങ്ങും ഒക്കെ ഇടകലർന്ന് നിൽക്കുന്ന കാണുമ്പോൾ കേരളം പോലെ തോന്നുമല്ലേ നമുക്ക്. സത്യമായിട്ട് എനിക്ക് അങ്ങനെ എടുക്കാൻ തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ ശരിക്കും ഇത് കേരളമൊന്നും അല്ല, ആസാം തന്നെയാണ്. കുറച്ച് പേർക്കെങ്കിലും എന്നെ എന്താ പറയുക, വീഡിയോസൊക്കെ അല്ലെങ്കിൽ ലൈവൊക്കെ ഇടുന്നതുകൊണ്ട് കുറേ പേർക്കൊക്കെ ഇങ്ങനെ ലൈവിലൊക്കെ വന്ന് വിശേഷങ്ങളൊക്കെ പറയുന്നതുകൊണ്ട് കുറേ പേർക്കൊക്കെ അറിയാം. പിന്നെ ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഇടയ്ക്ക് വെയിലും അടിക്കുന്നതുകൊണ്ട് ആ മഴവെള്ളം അങ്ങ് താഴും അല്ലെങ്കിൽ വറ്റിപ്പോവും കേട്ടോ. ബ്രഹ്മപുത്ര നദിയിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ല, ഞാൻ പറഞ്ഞില്ല ഹൈജീനിക്ക് പൊതുസ്ഥലങ്ങളൊക്കെ ഹൈജീനിക്ക് ഇല്ലാത്തൊരു സംഭവമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. എങ്കിലും പ്രകൃതി നല്ല മനോഹരമായൊരു സംഭവമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. അതൊക്കെ വൃത്തിയായി സൂക്ഷിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ബ്രഹ്മപുത്ര നദിയിലോട്ട് എത്താനാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മഴക്കാറും ഉണ്ട്, എന്തായിരിക്കും അവസ്ഥ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. പിന്നെ ഈ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ആസാമിൽ ഫ്ലഡൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ഫ്ലഡൊക്കെ വരുന്നതിന് മുന്നേ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഒരു 12-ാം തീയതി 13-ാം തീയതിയൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അങ്ങനെ ഏതോ ദിവസങ്ങളിലാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ ആ ദിവസങ്ങളിൽ എടുത്തു വെച്ച വീഡിയോ ആണ്. കുറേ ഇതുപോലുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ഇടാണ്ടിരുന്നതാണ്. അപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ്. പക്ഷേ അതിന് മുമ്പും നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മഴ കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഫ്ലഡും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. ഞങ്ങൾ പോയ സമയത്തൊന്നും വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെയും സേഫാണ്. ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന അവിടെയും ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, സേഫാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബ്രഹ്മപുത്ര നദിയിലോട്ട്. നല്ല മഴക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഓട്ടോറിക്ഷ എനിക്ക് എപ്പോഴും ഒരു കൗതുകമാണ് കേട്ടോ. ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുകയാണെങ്കിലും അതെപ്പോഴും മെൻഷൻ ചെയ്യും. നല്ല രസമാണ്, രണ്ട് സൈഡിലും ഓപ്പണൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമാണ്. ബാറ്ററി ഓട്ടോറിക്ഷ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെയൊക്കെ വന്നതുകൊണ്ടാണ് ഇങ്ങനത്തെയൊക്കെ കാണാൻ പറ്റിയത് കേട്ടോ. അപ്പം നമുക്ക് ഈ ആസാമിലെ ഈ വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അവിടെ എത്താം. എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം, പറയാം കേട്ടോ. ഗൈസ്, ബ്രഹ്മപുത്ര നദീതീരത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ദാ ഇങ്ങനെ നീണ്ട് നിവർന്ന് പരന്നൊഴുക്കി കിടക്കുവാണ് നമ്മുടെ ബ്രഹ്മപുത്ര. അവിടെ എത്തുമ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര മഴക്കാറാണ് കേട്ടോ. വീടിൻ്റെ അവിടെ കുറച്ചേ ഉള്ളെങ്കിലും ഇവിടെ ഭയങ്കര മഴക്കാറ്, ചെറിയ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് കുറച്ച് നേരമൊക്കെ നിന്നിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ എത്തിയതല്ലേ ഉള്ളൂ, ഇങ്ങനെയൊന്ന് കാണാം. ജസ്റ്റ് കുറേ ആൾക്കാർ ഇവിടെ വന്ന് ഇങ്ങനെ കാറ്റ് കൊള്ളാനും ഒന്ന് ചെറുതായിട്ടൊന്ന് അവർക്കൊന്ന് വിശ്രമിക്കാനൊക്കെ ആയിട്ട് എപ്പോഴും ആൾക്കാർ വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്നിങ്ങനെ പോകാം, ഇങ്ങനെയൊക്കെ കാഴ്ചകൾ കണ്ട് നടന്ന് ഇങ്ങനെ പോകാം. എല്ലാവിടെയും ഓരോ ചെറിയ ചെറിയ തട്ടുകടകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കടകളൊക്കെ നിറയെ ഉണ്ട് കേട്ടോ.
പക്ഷേ എല്ലാവരുടെയും ഇങ്ങനെ ചീൻ്റെ ഈ കടലാസും കുപ്പുകളൊക്കെ ഇട്ടിരിക്കുന്ന കാരണം നമുക്ക് വലിയ എൻജോയ്മെൻറ്റ് അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഇല്ല. എല്ലാവരുടെയും അഴുക്ക് പോലെ തോന്നുന്നതുകൊണ്ട് നമുക്ക് എന്തോ ഒരു ഉള്ളുന്ന ഒരു സന്തോഷത്തിലുള്ള എൻജോയ്മെൻറ്റ് അങ്ങനെ വരുന്നില്ല കേട്ടോ. പക്ഷേ ഇവിടെ ഉള്ളവർക്കൊന്നും അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ വിചാരിക്കും അയ്യോ എല്ലാവരുടെയും അടുക്കാണല്ലോ എന്ന് വിചാരിക്കും. ഈ വേസ്റ്റ് കണ്ടേ, വേസ്റ്റിൻ്റെ ഇടയിലൊക്കെയാണ് അവരിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവർക്കൊന്നും അതൊന്നും യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ നമുക്കത് കാണുമ്പോൾ അയ്യോ അങ്ങനെ തോന്നും കേട്ടോ. എല്ലാവരുടെയും വേസ്റ്റ് ഉണ്ട്, എല്ലാതും നല്ല ഇങ്ങനെ എടുത്ത് കാണിക്കാത്തതാണ് കേട്ടോ ഞാൻ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വേറെ എവിടേക്കും അല്ല കേട്ടോ. കുറച്ച് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചെറുതായിട്ട് കളിക്കാനൊക്കെ ഉള്ളൊരു സംഭവമൊക്കെ ഉണ്ടെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പം നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അപ്പം ഇന്ന് എന്തായാലും ഇപ്പോൾ വെക്കേഷനായിട്ട് ഒന്ന് പിള്ളേരെ കറക്കാൻ കൊണ്ടുവന്നതല്ലേ. അപ്പം എന്നാൽ പിന്നെ അതൊന്ന് പോയി നോക്കിയിട്ട് വരാം, എവിടെയാണ് എന്താണെന്നൊക്കെ നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ച് നടക്കുവാണ്. ബ്രഹ്മപുത്ര നദി ഇങ്ങനെ കുത്തി ഒഴുകുവാണ് കേട്ടോ. എന്താ ഒരു ഒഴുക്കാണെന്നറിയാം, നല്ല ഒഴുക്കുണ്ട് കേട്ടോ, നല്ല ഒഴുക്കാണ്. നോക്കൂ, നമ്മൾ പിള്ളേരെ കളിപ്പിക്കുന്ന അവിടെയൊക്കെ എത്തി കേട്ടോ. പക്ഷേ എല്ലാവിടെയും വെള്ളം കയറി കിടക്കുവാണ് കേട്ടോ. എല്ലാവിടെയും വെള്ളം കയറി കിടക്കുന്ന കാരണം പിള്ളേരൊക്കെ ആ ചളിയിലും വെള്ളത്തിലൊക്കെ കിടന്ന് നിന്നാണ് കേട്ടോ അങ്ങനെയുള്ളതൊക്കെ കളിക്കുന്നത്. ഇവിടെയൊക്കെ അത്യാവശ്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. വലിയ സാധാരണക്കാർക്കൊക്കെ പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ സാധാരണക്കാർക്കൊക്കെ കുട്ടികളെയും കൊണ്ട് ഇച്ചിരി കറക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ തന്നെ ഉള്ളൂ. അല്ലാണ്ട് വലിയ നമ്മുടെ അവിടുത്തെ പോലെ വീഗാലാൻഡോ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നും അടുത്തായിട്ടൊന്നും ഇല്ല. അതൊക്കെ കുറേ എക്സ്പെൻസീവാണ്. പിന്നെ കുറേ ദൂരങ്ങളിലേക്ക് ടൗണുകളിലേക്കൊക്കെ പോകണം. അപ്പോൾ ഇവിടെ അടുത്തായിട്ടുള്ളത് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നല്ല മഴയും കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബ്രഹ്മപുത്ര നദീൻ്റെ ഒരു സൗന്ദര്യവും ഒരു വലിപ്പവും ഒക്കെ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാർ വന്ന് കണ്ട് മടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേരവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ കളിക്കുന്നവിടെ ഒക്കെ വെള്ളം കയറി കിടക്കുവാണ് കേട്ടോ. പിന്നെ നമുക്ക് അധികം ദൂരത്തോട്ടോ അല്ലെങ്കിൽ വേറെ എവിടെയും കൊണ്ടുപോകാനില്ലാത്തതുകൊണ്ട് ആ വെള്ളത്തിലൊക്കെ നിർത്തി കളിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. അതൊക്കെ ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടെങ്കിലും പിള്ളേരുടെ ഒരു സന്തോഷം ഭയങ്കരമാണല്ലോ നമുക്ക്. അപ്പോൾ അതങ്ങ് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്യാൻ തുടങ്ങി കേട്ടോ. മഴച്ചാറ്റിലൊക്കെ തുടങ്ങി. എന്നാലും അതിലൊക്കെ നിന്ന് കളിച്ച് കുറേ നേരം. പിന്നെ അങ്ങ് മഴ അങ്ങ് പെയ്ത് കൂടുതലായപ്പോൾ ഫോണൊക്കെ എടുത്ത് വെച്ച് പിന്നെ എത്തിയതൊന്നും അറിഞ്ഞില്ല. കുറേ നേരമൊക്കെ അങ്ങ് മഴയത്തൊക്കെ നിന്ന് ഞാനും വീഡിയോ എടുത്ത് അവരും മഴയത്തൊക്കെ നിന്ന് നനഞ്ഞ് കളിച്ച്. പിന്നെ മഴയങ്ങ് ഒരുപാട് കൂടിയപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് സ്ഥലം വിട്ടത് നമ്മൾ തന്നെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ട് ബാക്കി വീഡിയോസൊന്നും ഇല്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോസ് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബ്രഹ്മപുത്ര നദി കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പോരാനേ തോന്നത്തില്ല. പിന്നെ മഴ, ചളി, വെള്ളം, അഴുക്ക് ഇതൊക്കെ കൊണ്ട് നമ്മൾ വീടെത്തിയ കാര്യം നമ്മൾ തന്നെ അറിഞ്ഞില്ല. അപ്പോൾ ടാറ്റാ, ബൈ, സീ യു.